ഹായ്, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കുറ്റിപ്പല്ലുകൾ വായിൽ നിന്നാൽ നിലനിന്നാൽ നല്ലതാണോ ചീത്തയാണോ? അതോ ആ കുറ്റിപ്പല്ലുകൾ നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയാൽ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ ഉണ്ടാകുമോ? സാധാരണ രീതിയിൽ കേടുവന്ന് ദ്രവിച്ചു പോയ പല്ലുകളാണ് കുറ്റിപ്പല്ലുകളായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ കേടുവന്ന് ദ്രവിച്ചു പോയ കുറ്റിപ്പല്ലുകൾ നിന്നാൽ ആ പല്ലുകൾക്ക് പെരിഡോണ്ടൽ അബ്സസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ പല്ലുകളുടെയും മോണയുടെയും പല്ല് സ്ഥിതി ചെയ്യുന്ന എല്ലിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ്, അതായത് പല്ലിന്റെയും അതിന്റെ സപ്പോർട്ടിങ് ആൽവിയോളാർ ബോണിന്റെയും ഇടയ്ക്ക് ഒരു പോക്കറ്റ് രൂപപ്പെടുകയും ആ പോക്കറ്റിൽ പസ് രൂപപ്പെടുകയും ചെയ്യും. അതിനാണ് പെരിഡോണ്ടൽ അബ്സസ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നമ്മുടെ ഓൾറെഡി ഇപ്പൊ പല്ല് കേടുവന്ന് ഒരു തുളയൊക്കെയായി ഉള്ളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം കയറുന്ന അഴുക്കുകളെല്ലാം കയറുന്ന ഒരു സിറ്റുവേഷനിൽ ആ പല്ലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ അഴുക്കുകൾ അതിന്റെ വേരിന്റെ എപ്പിക്കൽ റീജിയനിലേക്ക് പോയിട്ട് അവിടെ പസ് കെട്ടും, പസ് ഉണ്ടാകും. ആ പസ് ഒരു സിസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ട് അതിനെ പെരിയെപ്പിക്കൽ സിസ്റ്റം എന്ന് പറയാം. അതായത് കുറ്റിപ്പല്ലിന്റെ മോൾ ഭാഗത്തു നിന്നും ആഹാര പദാർത്ഥങ്ങളും മറ്റ് അഴുക്കുകളും ആ പല്ലിനുള്ളിൽ കൂടി തന്നെ ആ പല്ലിന്റെ എപ്പിക്കൽ റീജിയൻ എത്തിയിട്ട് അത് ബാക്ടീരിയൽ കോളനൈസേഷൻ കൊണ്ട് അവിടെ പെരിയെപ്പിക്കൽ സിസ്റ്റ്, അതായത് ഒരു സിസ്റ്റ് രൂപപ്പെടുകയും ആ പല്ലിന്റെ വേരിന്റെ കീഴ്ഭാഗം ദ്രവിച്ച് അത് അബ്സസ് ആയിട്ട് ഒരു പക്ഷേ അത് പുറത്തോട്ട് പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ ആ ബോണിനെ വീണ്ടും വീണ്ടും ദ്രവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആ പല്ല് പറിച്ചു കളയുകയും ഈ സിസ്റ്റ് നന്നായിട്ട് ക്യൂരറ്റ് ചെയ്ത് കളയുകയും ചെയ്തില്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ, ഈ പസ് സ്പേസിലേക്ക് പോകാനും പിന്നീട് സ്പേസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനും, അതായത് റെസ്പിറേറ്ററി അപ്പാരറ്റസിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസിന് അഫക്റ്റ് ചെയ്യാനും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ലുഡ്വിങ്സ് അഞ്ചൈന മാതിരിയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റിപ്പല്ലുകൾ ഒരു കാരണവശാലും നിങ്ങൾ നിലനിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറ്റിപ്പല്ലുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്ത് അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഈ കുറ്റിപ്പല്ലുകൾ റിമൂവ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇംപ്ലാന്റ് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിന് ക്രൗൺ കൊടുത്ത്, അതായത് പഴയ സ്ഥിതിയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 1-2-3 മാക്സിമം 3 ഡേയ്സിനുള്ളിൽ ഇത് നമുക്ക് റീസ്റ്റോർ ചെയ്ത് പഴയപടിയിൽ നല്ല പല്ലുകൾ, സ്ഥിരദന്തങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. അതിനുള്ള ടെക്നോളജി ഇന്നുണ്ട്. ജർമ്മൻ ഇംപ്ലാന്റ്സ് അതിന് വളരെ യൂസ്ഫുൾ ആണ്. വളരെ നല്ല റിസൾട്ട് ഈ ജർമ്മൻ ഇംപ്ലാന്റ്സ്. അതായത് നമുക്കൊരു 3 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കുറ്റിപ്പല്ലുകളെല്ലാം റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ നല്ല സ്ഥിരദന്തങ്ങൾ വെച്ച് തരാൻ ഇന്നത്തെ ജർമ്മൻ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ച് സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.